അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പാലും സേമിയയും കസ്റ്റർഡ് പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയും ഒരു ഡെക്കറേഷനും വേണ്ടി ഇട്ട് കൊടുക്കാനായി ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായാൽ ഇതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത ആപ്പിൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ആവും, മാത്രമല്ല കളറ് മാറില്ല ആപ്പിളിൻ്റെ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ആപ്പിൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഇടണം, എന്നാലേ നമ്മൾ ആപ്പിളിനൊക്കെ ഒരു മധുരം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതല്ലേ. ഇപ്പോൾ ഇതാ നമ്മുടെ ആപ്പിളൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വളരെ നേർമയുള്ള സേമിയാണ് കേട്ടോ. അതൊരു പാക്കിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബട്ടറിൽ വഴറ്റിയെടുത്തതിന് ശേഷം 1/2 കപ്പ് പാലും കൂടി ചേർത്ത് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ എടുക്കുമ്പോഴും അതുപോലെ പാലെടുക്കുമ്പോഴും നമ്മൾക്ക് എത്രയാണോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാട്ടോ. നമ്മുടെ പുഡിങ് വെക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിൽക്കനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതാ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പകുതി സേമിയ എടുത്തിട്ട് നമുക്ക് ഈ പുഡിങ് പാത്രത്തിലേക്ക് നിരത്തി ഒന്ന് അമർത്തി വെച്ച് കൊടുത്ത് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള ഫസ്റ്റ് ലെയർ തയ്യാറാക്കാനായി ഒരു കപ്പിലേക്ക് 1/2 കപ്പ് പാലെടുത്ത് അതിൽ 3 സ്പൂൺ കസ്റ്റർഡ് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. എന്നതിന് ശേഷം ഒരു പാനിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള പഞ്ചസാരയും. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട കെട്ടാതെ ഈ കലക്കി വെച്ച കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വാനില എസൻസും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കുറുക്കിയെടുത്ത് ഈ ഫസ്റ്റ് നമ്മൾ വെച്ച സേമിയയുടെ മുകളിലായി ഈ കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം സ്പാച്ചില വെച്ച് നല്ലതുപോലെ ഒന്ന് ഒപ്പാക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് ചൂടാറിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള രണ്ടാമത്തെ ലെയറിനുള്ള പാൽ തയ്യാറാക്കാം. 2 കപ്പ് പാലിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതിലേക്ക് ഇനി വലിയൊരു കഷ്ണം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മെൽറ്റാവുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ ബട്ടറും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ന്യൂട്ടെല്ല നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടായത് കൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഈ ചൂടിൽ കിടന്നാൽ തന്നെ നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ലെയറിനുള്ള സോസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച കസ്റ്റർഡ് എടുത്ത് കൊണ്ടുവരാം. നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്ത് ബാക്കി ഞാൻ ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. കാരണം ഒരുപാട് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് ബദാം കട്ട് ചെയ്തതും അതുപോലെ ആപ്പിൾ എടുത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറിനായിട്ടുള്ള ആ സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ബാക്കി എന്താണോ നമ്മളെ കയ്യിലുള്ളത് അതും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഞാൻ ആപ്പിൾ മുറിച്ചതും അതേപോലെ തന്നെ കുറച്ച് ബദാമുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 പീസ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിക്കായി 2 ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനലാണ്. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുത്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുക. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം കസ്റ്റർഡും ഉണ്ട്, പിന്നെ ന്യൂട്ടെല്ല ഉണ്ട്, എല്ലാം കൂടി ഒരു അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി സേമിയ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. അത് ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വക ഒരു പുഡിങ് ആയിക്കോട്ടെ എന്ന് കരുതി.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.